ബീൻസ് വളർത്താനായിട്ട് ഇത്രയും വെള്ളം മതി. അതിൽ 2 പച്ചമുളകാണ് എടുക്കുന്നത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത് 2 എണ്ണം എടുക്കുക. ഇനി ഇതിലേക്ക് ഇത്രയും കല്ലുപ്പിടണം. കല്ലുപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കഴുകി വാരിയ വെള്ളം മതി ഇത് വേവാനായിട്ട്. അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ബീൻസിൻ്റെ ടേസ്റ്റ് പോകും. ഇനി ഇതിലേക്ക് ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതൊഴിച്ച് മിക്സ് ചെയ്യുക. ഇതൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് പകുതി സവാളയും ഒരു 3 വെളുത്തുള്ളിയും എടുക്കുക. ഇതിലൊരു സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട കാരണം നല്ലൊരു പച്ച കളർ ഉണ്ടാവും. ഈ കളറ് മങ്ങാതെ കിട്ടും നമുക്ക്. ഈ ബീൻസിൻ്റെ കളർ നഷ്ടപ്പെട്ടു പോകാതെ അതിനാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഇടുന്നത്. ഈ സവാളയും വെളുത്തുള്ളിയും നന്നായിട്ട് മുരിഞ്ഞ് ഒരു ഗോൾഡൻ കളറാവണം. ഗോൾഡൻ കളർ വരെ ഇത് എടുക്കണം. അതെന്ന് വെച്ചാൽ അല്ലെങ്കിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് കറിയായി കഴിഞ്ഞാൽ ബീൻസിനെ ഒലത്തിക്കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു ഗോൾഡൻ കളറാവുന്നവരെ സവാള ആക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ടതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. ബീൻസ് വെന്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്യുക. ഇനി വെന്ത് വന്ന ബീൻസ് ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മുളക് പൊടിയുടെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിലോട്ട് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 2 മിനിറ്റ് തീ കുറച്ച് വയ്ക്കണം. അതിനുശേഷം അത് ഓഫ് ചെയ്യുക. കറി റെഡി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.